സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് കൊല്ലം സുധിയുടെ പൊന്നുമോൻ കിച്ചു സുധി ഇപ്പം ഒരു വീഡിയോ രേണു സുധിയെ പറ്റിയിട്ട് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, സബ്സ്ക്രിപ്ഷൻ്റെ സമയത്ത് രേണു സുധി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെ പറ്റിയിട്ട് ഒരു വീഡിയോ ആണ് അത്. ആ ഒരു വീഡിയോ പങ്കുവയ്ക്കാൻ, ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ കിച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് കിച്ചു ആണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ കിച്ചു ആണ് ശരിയെന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. കിച്ചു ആയിരുന്നു ശരി എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന്, കിച്ചുവിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ രേണുവിനെ കുറ്റം പറയുമല്ല. രേണുവിനിപ്പോൾ ഒരു അസുഖം പിടിച്ച് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. രേണുവിനെ കുറ്റം പറയുമല്ല. രേണുവിനെ കുറ്റം പറഞ്ഞിട്ടുള്ള രേണുവിനെ വിമർശിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അസുഖം വന്ന സമയത്ത് എല്ലാ ആളുകളും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചേരുന്നുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരാൾക്കൊരു മോശ അവസ്ഥ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇതുപോലൊരു അസുഖം വരുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കണം. അതാണ് വേണ്ടെന്നുള്ളത്. അവരിനി എത്ര വലിയ തെറ്റ് ചെയ്താലും അത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. പക്ഷേ ഇപ്പം കിച്ചു ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചു രേണു സുധിയെ പോയി കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ചൊറി പിടിച്ചവന്മാർ, അത് കിച്ചുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കിച്ചു പോണോ വേണ്ടിയൊന്ന് കുറേ അവന്മാർ ഈ മറ്റേ ഇൻസ്റ്റഗ്രാമിലൂടെ കിച്ചു പോയി കാണുന്നില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചുവിനെ വിമർശിച്ചുകൊണ്ട് കുറേ അവന്മാർ റീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എടുത്ത് കിച്ചു റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പങ്കുവയ്ക്കാം. കിച്ചുവിൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ കിച്ചു വിശദമായിട്ട് കിച്ചുവിൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയാണ് കിച്ചു പറയുന്നത്. രേണു സുധീനെ കുറ്റം പറയുമല്ല പുള്ളിക്കാരി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പുള്ളിക്കാരിക്ക് ക്യാൻസറാന്നൊക്കെ പുള്ളിക്കാരി നേരത്തെ അറിഞ്ഞാണ്. പക്ഷേ എന്തുകൊണ്ട് പുള്ളിക്കാരി ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട്, പിന്നെ രേണു സുധി ഇവിടെ പറയുന്ന കേട്ടായിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സബ്സ്ക്രിപ്ഷനും മണ്ണാങ്കട്ടയൊക്കെ തുടങ്ങിയത്. ശരി തന്നെ രേണു, പക്ഷേ നിങ്ങൾ ഇതിൻ്റെയൊക്കെ പേരിൽ കുറച്ച് ഓവറായിപ്പോയി. നിങ്ങൾ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ, കുറച്ചും കൂടെ മാന്യമായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാമായിരുന്നു. ഇനി അതൊന്നും പറയുന്നില്ല, കാരണം അവരെ വേദനിപ്പിക്കുന്നില്ല, വേദനിപ്പിക്കാൻ പറയുമല്ല. രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടൻ്റൊക്കെ ഞാൻ നിർത്തിയിട്ട് കുറേ നാളായി. രേണു സുധിയുടെ ഇപ്പോഴത്തെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് രേണു സുധിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനും രേണു സുധിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രേണു സുധിയുടെ അസുഖം ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും രേണുവിൻ്റെ അടിയിൽ, വീഡിയോയുടെ അടിയിലൊക്കെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റോറിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. പുള്ളിക്കാരിയുടെ കൂടെ നമ്മൾ പുള്ളിക്കാരിക്ക് ഒരു സപ്പോർട്ടാക്കിയിട്ട്, നമ്മളെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഉപദ്രവം ചെയ്യരുത് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കിച്ചു രംഗത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. രേണു സുധിയെ കുറ്റപ്പെടുത്തിയ സംസാരിക്കുമല്ല, കുറ്റപ്പെടുത്താൻ ഞാൻ ഇനി വരുത്തുമില്ല, വിമർശിക്കാൻ വരുത്തുമില്ല. കാരണം പുള്ളിക്കാരി ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ വിമർശിക്കുന്നത് പുള്ളിക്കാരിയെ വിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതൊന്നും ശരിയല്ല. പക്ഷേ ഇത് സംസാരിച്ചേ പറ്റൂ. കാരണം കിച്ചുവിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കിച്ചു 18 വയസ്സ് കഴിഞ്ഞ ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവൻ മാനസികമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവനെ ഒരുപാട് തളർത്തി. രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് അവന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവൻ രേണുവിനെ കാണാൻ പോകാഞ്ഞതും. പക്ഷേ ആളുകളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരുപാട് ആളുകൾ കുരുപൊട്ടുന്ന രീതിയിലുള്ള വീഡിയോസും കുരുപൊട്ടുന്ന രീതിയിലുള്ള കമൻറ്റുകളും ചെയ്തതുകൊണ്ട് അവന് പോയി കാണാമെന്ന് തീരുമാനിച്ചു. പോയി കാണാൻ സാധിച്ചില്ല, രേണു സുധീനെ കാണാൻ സാധിച്ചില്ല. അവർ കീമോ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും കാണിച്ചില്ല. അതുപോലെ ഋതപ്പനെ പോയി കണ്ടു. അവൻ മടങ്ങി വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കുന്നത്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം
ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിൽ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നു കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ഇത് ഇങ്ങനെ കുറേ ആളുകൾ കുരുപൊട്ടുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പറയാൻ ഇടവരുത്തിയതും രേണുസുതി തന്നെയാണ്. രേണുസുതി ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 11 വയസ്സ് തൊട്ട് എടുത്തു വളർത്തി എൻ്റെ മകൻ കിച്ചു എന്നെ കാണാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് കുറേ ആളുകൾ കുരു പൊട്ടുന്ന രീതിയിൽ വീഡിയോകളും കമൻറ്റുകളൊക്കെ ചെയ്ത് ഈ കിച്ചുവിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചത്. ഞാനിപ്പോഴും പറയുവാണെങ്കിൽ കിച്ചുവിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ കിച്ചു ആയിരുന്നു ശരി. 100-ൽ 101% കിച്ചുവിൻ്റെ സൈഡാണ് ശരി. കാരണം അവൻ പറഞ്ഞു കേട്ടില്ലേ, അവൻ അത് ചോദിച്ച സമയത്ത് രേണുസുതി പറഞ്ഞത് 2-2.5 ലക്ഷം എനിക്കൊന്നും പ്രശ്നമല്ല, 2-2.5 ലക്ഷം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പം ക്യാൻസർ ആണ് എന്നറിഞ്ഞിട്ട് ഞാൻ കുറ്റം പറയുമല്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നയിടയിൽ ഇവരെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അവൻ എന്തുമാത്രം അപമാനങ്ങളും ആക്ഷേപങ്ങളും ഈ പറഞ്ഞിട്ടുള്ള കുത്തുവാക്കുകളും അവൻ സഹിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനില്ല, ഒറ്റയ്ക്കാണ് അവൻ ജീവിക്കുന്നത്. അപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരിക്കലും അവന് തെറ്റ് പറയാൻ നമുക്ക് സാധിക്കത്തില്ല. അതൊക്കെ അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അവനിക്ക് പോയി കാണണമെങ്കിൽ കാണാം, കാണണമെങ്കിൽ കാണണ്ട. അതെൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ്. അവൻ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ശരി, നമുക്ക് മനുഷ്യരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ ഉള്ളൊരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. അവനിക്കത് പറ്റുമെങ്കിൽ, അവനിക്കത് താല്പര്യമുണ്ടെങ്കിൽ, പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ക്ഷമിച്ചിട്ട് എത്ര നാളും അവർ കാട്ടിക്കൂട്ടിയതൊക്കെ ക്ഷമിച്ചിട്ട് പോയി കാണുക, സ്നേഹത്തോടെ 2 വാക്ക് പറയുക. ഇനി ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിച്ചു തരാം. ഈ വീഡിയോ സബ്സ്ക്രിപ്ഷൻ്റെ പേരും പറഞ്ഞിട്ട് എന്ത് പേക്കൂത്തുകളൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. അപ്പം ഒരു മക്കൾ കാണുന്നില്ല, മക്കളെങ്കിലും ഒന്ന് ഓർത്തൂടെ? പൈസയാണോ വലുത്? അല്ല, അഭിമാനമാണ് വലുത്. ഓക്കെ, ഞാനൊരു മെസ്സേജ് ഇവിടെ വായിക്കും. ഇപ്പോൾ രേണുസുതി കുറ്റം പറയുമല്ല കേട്ടോ. കുറേ ആളുകൾ കുരു പൊട്ടിയിട്ട് രേണുസുതിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്ന് കമൻറ്റ് ചെയ്യും. കുറ്റം പറയുമല്ല, അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ അസുഖത്തിന് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അവർ വീഡിയോയുടെ അടിയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ദേഷ്യമുള്ളതുകൊണ്ടൊന്നുമല്ല. രേണുസുതിയുടെ കഴിഞ്ഞൊരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അവരെ നമ്മൾ
നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെ ഒരു മൈൻഡാണ് എൻ്റെ. ഓക്കെ, ഞാൻ ഇനി അവിടെ വായിക്കാം. രേണുസുതിക്ക് ആ ഒരു വീഡിയോ വന്നതിന് ശേഷം കിച്ചു മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് ഇവിടെ കിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. ഹലോ, ഞാനൊരു കാര്യം പറയാനാണ് മെസ്സേജ് ഇട്ടേ. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ബിഗ് ബോസ് പോലെ ഉള്ള വലിയ ടി വി ഷോയിൽ ഇറങ്ങിയ ഒരാൾ ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? അത്ര ഷോസും പ്രൊമോഷനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി അങ്ങനെ ജീവിച്ചൂടെ? ഫെയിമായി നിൽക്കുമല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തുമോ? അല്ലാതെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഫെയിം ഉള്ളത് അല്ല, ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഇരിക്കുക. അത്രയ്ക്കും വിഷമം വന്നിട്ടാണ് പറയുന്നത്. ഇതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ്. അവന് യാചിക്കുവാണ്, കാല് പിടിക്കുവാണ്. ആ പൊന്നുമൻ കാല് പിടിക്കുവാണ്. ഇങ്ങനെയൊന്നും കാണിക്കില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫെയിമും കാര്യങ്ങളും എല്ലാം ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. എല്ലാം ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ, 50% ആളുകൾ നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിലും 50% ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? അതുപോലെ പിന്നെയും എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? രേണുസുതി പറഞ്ഞൊരു മറുപടിയാണ്, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചത്. പൈസയ്ക്ക് വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കാണിച്ചു കൂട്ടിയ പൈസ കൊണ്ടിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തൃപ്തി വരുമോ? ഒരിക്കലും വരത്തില്ല. കുറ്റം പറയുമല്ല കേട്ടോ, വീണ്ടും പറയുകയാണ്, കുറ്റം പറയുമല്ല. ഇപ്പോൾ കിച്ചു ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വന്നുകൊണ്ട് സംസാരിക്കുന്നതേ ഉള്ളൂ. തൊട്ട് താഴെ ബാക്കിയും കൂടെ പറയാം. ഋതപ്പനെയും ഇതൊക്കെ എഫക്റ്റ് ചെയ്യൂലേ? അവനും ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആളല്ലേ? അവൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ എടുക്കും, അറിയാലോ അതൊക്കെ എന്ന് മനസ്സിലാക്ക്. അല്ലാതെ വേറെ അവരെ ചീത്ത വിളിക്കുകയോ തെറി വിളിക്കുകയോ ഒന്നും അവൻ ചെയ്തിട്ടില്ല. അതിൻ്റെ അടിയിൽ രേണു റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് ഭാഗമേ അവൻ വെച്ചിട്ടുള്ളൂ, അത് വായിക്കാം. അതിൽ ഞാൻ ലൈവാണ് പോയത്. എൻ്റെ ലിപ്പ് പൊട്ടി ഇരിക്കുന്ന കാര്യമാണ് ഞാൻ സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് എല്ലാം കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് താഴോട്ടൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, എന്തായാലും അത് കാണുന്നവർക്ക് അറിയാം ലിപ്സ് പൊട്ടിയിരിക്കുന്നതായിട്ട് കാണിക്കുവാണോ അതോ അത് ഒരു നമ്മൾ ഡബിൾ മീനിങ് ഒക്കെ എന്ന് പറയുമല്ലോ, സബ്സ്ക്രിപ്ഷൻ എടുത്ത് വയ്ക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കുന്ന രീതിയിലൊക്കെ പോലെ നമുക്കത് ചിന്തിക്കാം. ഇനി ഞാൻ ആ രേണുസുതിയുടെ വീഡിയോ കൂടെ വയ്ക്കാം. കാരണം കിച്ചു എന്തുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞിട്ട് രേണു പരാതി പറയുന്നല്ലോ. ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം, ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് ആളുകൾക്ക് ഒരു പൊട്ടുന്ന രീതിയിൽ കിച്ചുവിനെ വിമർശിച്ചുകൊണ്ട് കമൻറ്റും വീഡിയോ ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കിച്ചു ഇപ്പം പോയി കാണാനും ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാനും രേണുസുതിയുടെ ഒരു വീഡിയോ കൊണ്ട് മാത്രമാണ് കാരണം. എന്തായാലും രേണുസുതി പറയുന്നത് കൂടെ കേട്ടു. ഓക്കെ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ഫോളോ ചെയ്യണം. ഓക്കെ, നിങ്ങൾ രേണുസുതിയുടെ വീഡിയോ കൂടെ കണ്ടു. ഓക്കെ, എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക, ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന്. കിച്ചു ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസായിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു, എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്കൊക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പോൾ ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ചിറകുകളിൽ അനശ്വരതീ